കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി എല്ലാവരും റെഡിയായി നിൽക്കുന്നു. അപ്പോൾ യാത്ര പറയാൻ നിൽക്കുന്നുണ്ട് സുഭാഷ് ചേട്ടനും നികേഷും ഒക്കെ. സുഭാഷ് ചേട്ടൻ്റെ മുഖത്ത് നല്ല വിഷമമുണ്ട്, ഒരു ചതിന് ചെയ്യുന്നതൊക്കെ. അങ്ങനെ ഒരു എന്തൊക്കെയോ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോൾ നമ്മുടെ സുനന്ദ വരുന്നുണ്ട്. സുഭാഷ് ചേട്ടാന്ന് വിളിച്ചിട്ട് നോക്കിയപ്പോൾ സുധീഷ് കൊടുത്ത ആ നൈറ്റ് ഇട്ടിട്ട് ചിരിച്ചു വന്നിരിക്കണേ. എങ്ങനെയുണ്ട് എന്നറിയും. അപ്പോൾ അവരെല്ലാവരും ചിരിക്കും. സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ എവിടേക്കും പോകാൻ നിൽക്കണമെന്ന് നോക്കി ഒരു ഇൻ്റർവ്യൂവിനെന്ന് പറയുമ്പോൾ എന്നാൽ പോയിട്ട് വാ, ബെസ്റ്റ് ഓഫ് ലക്കൊക്കെ പറയുന്നുണ്ട് സുനന്ദ. അതിനുശേഷം ബൈക്കുമ്മലാണോ നമ്മൾ പോണേന്ന് നിധി ചോദിക്കുമ്പോൾ നമ്മുടെ കാറൊക്കെ ഓട്ടം പോയേക്കണ്, നിധിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്യാന്ന്. വേണ്ട, ബൈക്ക് മതി എന്ന് പറയും. അങ്ങനെ അതിൽ പോകും. അങ്ങനെ സുധീഷ് നിധിനെയും കൊണ്ട് പോകണ്. സുഭാഷ് അകത്തേക്കും പോകും. അതിനുശേഷം പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ അവിടെ എത്തി, ഓഫീസിൻ്റെ അവിടെ എത്തി. നല്ല കമ്പനി, ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി, നല്ല സൂപ്പർ കമ്പനിയാണ്, ഇതിൽ ജോലി കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ട്, സുധീഷെ താങ്ക്സ് എന്നൊക്കെ പറയും. എന്നിട്ട് സുധീഷിന് കുഴപ്പമൊന്നുമില്ല എന്നറിയും, നന്ദിയൊക്കെ സ്വീകരിച്ച് ബൈക്ക് പാർക്ക് ചെയ്തു. എന്നിട്ട് അനൂപ് എന്ന് പറഞ്ഞാണ് ആ കമ്പനിയിലെ ഓണറുടെ മോൻ, അവൻ്റെ കൂട്ടുകാരൻ. അങ്ങനെ വിളിക്കും. ഒരുപാട് തവണ വിളിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് എടുക്കും. എടാ നീ എന്ത് പണി ചെയ്ത്, എത്ര നേരമായി വിളിക്കുന്നത്? അവൾ ഇൻ്റർവ്യൂവിന് അവിടെ വന്നിരിക്കുന്നു. ഇന്നൊന്നും പറ്റുന്നില്ല, ഇന്നിവിടെ അച്ഛനുണ്ട്. എടാ നീ ഇന്ന് വരാനല്ല പറഞ്ഞത്? ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ അച്ഛൻ വന്ന് ഒന്നും നടക്കില്ല. എടാ അച്ഛൻ അപ്പുറത്തായിരിക്കില്ലേ, നീ ഇവളെ വിളിച്ചിരുത്തി കഴിഞ്ഞിട്ട് എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞു വിട്ട് എന്ന് പറയും. എടാ നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല അച്ഛൻ. എൻ്റെ ക്യാമ്പിൽ ആര് കയറി വന്നാലും അച്ഛനെ കാണാൻ പറ്റും. നീ എന്ത് പറഞ്ഞാലും ശരി തന്നെ. എടാ നീ ഇപ്പോൾ ചെയ്യുന്നത് ചതിയല്ലേ എന്ന് പറയും. ചതിയോ? നിന്നോടോ? നീയല്ലേടാ ചതി ചെയ്യുന്നത്? ജോലിയൊന്നും ഇല്ലാണ്ട് വരും, ഇൻ്റർവ്യൂവിൻ്റെ പേരും പറഞ്ഞ പെൺകുട്ടീനെ അവിടെ കൊണ്ട് നിർത്തിയേക്കണത്. നീയാണ് ചതിയൻ. നീ കാര്യങ്ങൾ പറഞ്ഞ് അവളെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടോ നോക്കടാ എന്ന് പറഞ്ഞ് അയാൾ കൈയൊഴിയും. അങ്ങനെ സുധീഷ് ആകെ വിഷമത്തോടെ നിധിയുടെ അടുത്ത് വരും. നിധിയോട് പറയും, സോറി നിധി, ഇന്ന് ഇവിടുത്തെ സൂപ്പർവൈസറോ അവൻ ആരോ ഇവിടെ ഇല്ല, ലീവിന് വേറൊരു ദിവസം അറിയിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ ബൈക്കുമ്പോൾ പോരുമ്പോൾ നമ്മളെ വിളിച്ചിരുന്നു, ഞാൻ കേട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ നിധിക്ക് വിഷമാവും. സാരില്ല, അതിൽ സുധീഷിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ, സുധീഷ് അല്ലല്ലോ ഇൻ്റർവ്യൂ മാറ്റി വെച്ചത്, കുഴപ്പമില്ല, പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞല്ലോ, നമുക്ക് പോകാമെന്ന് പറയും. അങ്ങനെ സുധീഷും നിധിയും കൂടെ പോകണം. നിധിനെ വീട്ടിൽ കൊണ്ടാക്കി സുധീഷ് നേരെ സൈറ്റിലേക്ക് പോകണം, നമ്മുടെ സുഭാഷ് ചേട്ടനെ കാണാൻ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ പറയും, മേഡം അപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്, എന്താ കുഴപ്പം? അവൻ്റെ അച്ഛൻ അവിടെ ഉണ്ടെന്ന്. അച്ഛനുണ്ടായാലും എന്താ കുഴപ്പം? ജോലി കിട്ടിയ എന്തായാലും അവൾ അച്ഛനറിയില്ലേ? അച്ഛനറിയാണ്ട് ഇൻ്റർവ്യൂ നടത്തുന്നതാണ്. എടാ നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിക്കും. ഞാൻ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് അവളിങ്ങനെ ജോലിയുടെ കാര്യം എപ്പോഴെപ്പോഴും ചോദിക്കുന്ന കാരണം സുഭാഷ് ചേട്ടൻ്റെ പേരും പറഞ്ഞ് ഇൻ്റർവ്യൂവിന് വിളിച്ചുകൊണ്ട് പോയതൊന്നും അല്ലാണ്ട് ശരിക്കുള്ള ഇൻ്റർവ്യൂ ഒന്നല്ല. ആ ജോലി കിട്ടുമെന്നൊന്നും ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, നീ എന്തൊരു ചതിയാടാ ചെയ്യുന്നത്? ഒരു പെണ്ണിനോട് അങ്ങനെ ചെയ്യാൻ പാടില്ല ചേട്ടാ. നാളെ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ നിന്നെ കൂടുതൽ വെറുക്കുള്ളൂ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചേട്ടാ എന്ന് പറയും. ആര് പറഞ്ഞില്ല എന്ന്? അതാണ് സംഭവിക്കാൻ പോകുന്നത്. നീ നോക്കിക്കോ, നീ അവളോട് സത്യങ്ങളെല്ലാം തുറന്നു പറ, അപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല എന്ന് പറയും. നീ കാരണം ഞാനും കൂടെ അപ്പം കൊച്ചിൻ്റെ മുന്നിൽ ഇങ്ങനെ നാണം കെടുന്നു, ഞാൻ സൂപ്പർവൈസറാണ് അതാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ടെന്ന് പറയും. ചേട്ടനൊന്ന് പോയായിരുന്നു, ചേട്ടന് സുവിശേഷം പറ്റുള്ളൂ, ചേട്ടൻ്റെ ഉപദേശം ഇതൊന്നും ശരിയാവുന്നില്ല. അവളോട് ഞാൻ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാം. അത് മാത്രമല്ല, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു കരയ്ക്ക് എത്തിച്ചിട്ട് പിന്നെ ഞാൻ നുണ പറയാൻ, ഇനി മാറ്റി പറയാൻ അതൊന്നും നടക്കില്ല എന്ന് പറയും. അങ്ങനെ അവൻ അവിടുന്ന് പോകും. അതിനുശേഷം നികേഷ് ഒരു ഫ്രൂട്ടി ആയിട്ട് നിധിയുടെ അടുത്തേക്ക് ചെല്ലുന്ന, ഏട്ടത്തി ഇത് കുടിച്ചോ എന്ന് പറയും. പറയും, എന്തിനാ ജ്യൂസ്? ഇൻ്റർവ്യൂവിനൊക്കെ പോയതല്ലേ, ഇൻ്റർവ്യൂ നടന്നില്ലല്ലോ, അത് സാരില്ല, നടക്കുമല്ലോ എന്ന് പറയും. അത് ചോദിക്കും, സുധീഷെ വല്യച്ഛനും അമ്മായിയൊക്കെ സുനന്ദയുടെ അമ്മയൊക്കെ എന്തിനാ നമ്മൾ ഈ വീട്ടുകാരായിട്ട് ഇത്രയും വഴക്കെന്ന് ചോദിക്കും. അതാദ്യമേ അങ്ങനെയാണ്, അവർ മാത്രമല്ല നാട്ടുകാർ മുഴുവൻ വഴക്കല്ലേ ഏട്ടത്തി എന്ന് പറയും. അതെന്താണെന്ന് ചോദിക്കും. അച്ഛൻ കുറച്ച് നാൾ ജയിലിലായിരുന്നു, അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ വേറെ വിവാഹം കഴിച്ചു എന്നല്ല പറയുന്നത്. എനിക്കറിയില്ല, കുറച്ച് നാൾ ഉണ്ടായിന്ന് പറയുന്നുണ്ട്. വിവാഹം കഴിച്ചതാണോ വേറെ ആരെങ്കിലും കൊണ്ട് താമസിപ്പിച്ചതാണോ എന്നൊന്നും അറിയില്ല എന്ന് പറയും. അച്ഛനെ അപ്പോൾ അമ്മ എങ്ങനെ മരിച്ചതെന്ന് വെച്ചപ്പോൾ, അമ്മേനെ അച്ഛൻ കൊന്നതെന്നാണ് എന്നോട് പോലീസുകാർ പറഞ്ഞതെന്ന് പറയും. കൊന്നെന്നാ? നീ എന്തീ പറയണേ? ഏട്ടത്തി പേടിക്കണ്ട, അച്ഛനത് നിഷേധിച്ചിട്ടുമില്ല, എന്നാ സമ്മതിച്ചിട്ടുമില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയെന്ന് പറയും. അമ്മേനെ കൊന്നാണെന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറയും. കുറേ നാൾ അച്ഛൻ ജയിലിലായിരുന്നു, അതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയും. നാട്ടുകാർക്കൊക്കെ നമ്മളെ വീടിനെ കുറിച്ച് ഒരു ഇത്തിരി അഭിപ്രായമുണ്ട്. സുധീഷേട്ടന് ഇതൊന്നും ചേച്ചിയോട് പറഞ്ഞിട്ടില്ലേന്ന് ചോദിക്കും. ഇല്ല, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയും. അതൊരു പക്ഷേ വേണമെങ്കിൽ വിഷമമായിട്ടാവും, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആർക്കും പറയാൻ ആഗ്രഹം ഉണ്ടാവില്ലല്ലോ. പക്ഷേ സുധീഷേട്ടൻ ഞങ്ങളത്ര പൊട്ട മനുഷ്യരൊന്നും അല്ലാട്ടോ ചേച്ചി എന്ന് പറയും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുഭാഷ് വരും. സുഭാഷ് കണ്ടു പറയും, നികേഷേ അവിടെ ഒരു കവറുണ്ട്, അത് മോനും കൂടെ എടുത്തുണ്ടാകുന്നതെന്ന് പറയും. അപ്പോൾ ആ സമയത്ത് നിധി ചോദിക്കും, സുഭാഷ് ചേട്ടാ ഇൻ്റർവ്യൂവിൻ്റെ കാര്യമൊന്നും സുഭാഷ് ചേട്ടൻ എന്നോട് ചോദിക്കാത്തേന്ന് പറയും. അത് പിന്നെ ഞാൻ എന്ത് ചോദിക്കാനും മോളെ എന്ന് പറയും.
പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഭാഷ് ചേട്ടൻ ഒന്ന് അന്വേഷിക്കുമോ എന്താ കാര്യം എന്ന് ചോദിക്കും. മോളെൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരുമെന്ന് ചോദിക്കും. ഞാൻ വരാമെന്ന് പറയും. എന്നാൽ വായോന്ന് പറയും. എന്നിട്ട് സുഭാഷ് ഒരു ഓട്ടോ വിളിക്കും. ഓട്ടോയിൽ കയറി സുഭാഷ് പണിയെടുക്കുന്ന വീടിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തും. ഇതാണോ സുഭാഷ് ചേട്ടൻ്റെ ജോലി സ്ഥലം എന്നൊക്കെ ചോദിക്കും. ഇവിടെയുള്ള സൂപ്പർവൈസർ എന്നൊക്കെ പറയാം. എന്ന് പറഞ്ഞിട്ട് വിളിച്ചകത്ത് കയറ്റും. അപ്പോൾ ഒരു ഹിന്ദിക്കാരൻ കണ്ട് പറയും, ഹായ് സുധീഷ് പത്നി എന്നൊക്കെ പറയും. അതേ എന്ന് പറയും. എന്നിട്ട് വർത്താനൊക്കെ പറയും. എന്നിട്ട് നമ്മുടെ സുഭാഷ് പറയും, മോളെ എനിക്ക് മോളോടൊരു കാര്യം പറയാം. എൻ്റെ ദിവസക്കൂലിക്ക് ഒരു പണിയെടുക്കുന്ന ഒരു സാധാരണ മേസ്തിരിയാണ് ഞാൻ. നിന്നോട് അവൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല മോളെ. നിന്നെ ചതിക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴെങ്കിലും തുറന്ന് പറയണത്. ഒരു പക്ഷേ ഞാനൊരു കൂലിപ്പണിക്കാരനെന്ന് പറയാനുള്ള അവൻ്റെ നാണക്കേട് കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. അല്ലെങ്കിൽ മറ്റൊന്നും ഉദ്ദേശമാണോന്ന് എനിക്കറിയില്ല. എന്തായാലും മോളെ നീ ചതിക്കാൻ പറ്റില്ല. മോള് ജോലി 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 എന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ നടക്കുമ്പോൾ എനിക്ക് വിഷമമായിട്ട് നോളെ മുന്നിൽ തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റില്ല. നോണ പറഞ്ഞ് ജീവിക്കാൻ എനിക്കിഷ്ടമില്ല. മറ്റൊരു നോണയമ്പലും ജീവിക്കാൻ എനിക്കിഷ്ടമല്ല. ഒരാളുടെ ഔദാര്യത്തിലും ജീവിക്കുന്നത് എനിക്കിഷ്ടമല്ല. അതായത് സൂപ്പർവൈസർ എന്ന് പറഞ്ഞിട്ട് ആ വിമാനത്തിൽ ജീവിക്കുന്നതും എനിക്കിഷ്ടമല്ല മോളെ. അതുകൊണ്ട് പറഞ്ഞാണ്. സുധീഷ് മോൾ വിചാരിക്കുന്ന പോലെ അത്ര മോശമൊന്നും ആവില്ല. അവരങ്ങനെയൊന്നും വിചാരിച്ചിട്ടായിരിക്കില്ല പറഞ്ഞത്. ഇന്ന് പോയ ഇൻ്റർവ്യൂ പോലും ഞാൻ അറിയുന്ന കമ്പനിയല്ല മോളെ. എനിക്ക് അവരാരും അറിയില്ല. അതിനെക്കുറിച്ചൊന്നും ഈ ചേട്ടനറിയില്ല. ഈ ചേട്ടനോട് മോൾ ക്ഷമിക്കുകയും വേണം. അപ്പോൾ സുധീഷ് എന്നോട് പറഞ്ഞതൊക്കെ ഒക്കെ കളവാണ് മോളെ. എന്തിനു വേണ്ടിയിട്ടാണ് അവനങ്ങനെ പറയുന്നതെന്നൊന്നും എനിക്കറിയില്ല. ചെറുപ്പം മുതലേ അവനങ്ങനെ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. എല്ലാവരും ഓരോന്ന് ചോദിക്കുമ്പോൾ ഓരോന്നോരോന്നും ഇങ്ങനെ തട്ടിവിട്ട് ബെഡായി വിട്ട് അവനങ്ങനെ ആയിപ്പോയി. അല്ലാണ്ട് അവൻ അത്ര ക്രൂരനൊന്നുമല്ല. ചേട്ടന് വേറെ ഒരു സൈറ്റിൽ അറിയില്ല. ആകെ അറിയുന്ന ഇവിടുത്തെ എഞ്ചിനീയർമാരേനി. അവർ പറഞ്ഞ് മോളെ പോലുള്ളവരൊക്കെ ഉണ്ടാക്കുന്ന ഡിസൈൻ വർക്കുകൾ ചെയ്യാൻ മാത്രമേ ചേട്ടൻ അറിയുള്ളൂ. അവരോട് വേണമെങ്കിൽ ചേട്ടൻ പറയാം. എഞ്ചിനീയർമാരോടൊക്കെ മോളെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ജോലി ഇങ്ങനത്തെ കാര്യം ഈ ജോലി ഇങ്ങനത്തെ സൈറ്റിൽ എന്തെങ്കിലും ഒരു ജോലി മോൾക്ക് മേടിച്ച് തരാൻ പറയാം. അല്ലാതെ മോൾ ഈ ചേട്ടനോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ മോൾ പൊക്കോളാൻ പറയും. അങ്ങനെ നിധി വിഷമത്തോടെ ഓട്ടോയിൽ കയറി പോകുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.